ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നിലവിൽ ബ്രേക്കിൻ്റെ ഭാഗം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടും ബാക്കും ലൈനർ മാറ്റി പുതിയ ലൈനർ ഇട്ടുണ്ട്. അതേപോലെ തന്നെ ഹബ്ബ് അഴിച്ച് പോളിഷ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ടയറൊക്കെ നമ്മൾ അഴിച്ചതിന് ശേഷമാണ് നമുക്ക് ലേത്തി കൊടുത്ത് റിം ഹബ്ബ് കൊടുത്ത് പോളിഷ് ചെയ്തെടുത്താണ്. അതേപോലെ തന്നെ സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. 2025 ആമറോണിൻ്റെ ബാറ്ററി വെച്ചേക്കണേ. 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററി നമുക്ക് ഇതിന് വന്നെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സെൽഫ് മോട്ടറിൻ്റെ കാർബൺ ബ്രഷ് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കൈയോടെ മാറ്റിയിട്ടില്ലെങ്കിൽ നിസ്സാരം കൂടി ഉള്ളതുകൊണ്ട് അത് ഏകദേശം ഈ ബ്രഷിനോട് ചേർന്ന് നിൽക്കുക. അതിപ്പോൾ നമ്മൾ കൈയോടെ മാറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഓയിൽ ലെവൽ വളരെ കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം ഓയിൽ ലെവൽ കുറവുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി ഓവർ ഹീറ്റിംഗ് ആയിരിക്കും, കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓയിൽ ലെവൽ കുറയുന്നതിൻ്റെ കാരണം മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഓയിൽ കത്തിപ്പോകേണ്ടതാവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഞാൻ സിലിണ്ടറിൻ്റെ ചെറിയൊരു സൗണ്ട് വേരിയേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഗൗരവത്തിലെടുക്കുക. നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററൊക്കെ അതിന് ഉള്ളിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ കയറ്റിയിട്ട് ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യാം. ഓയിൽ കറക്റ്റ് ലെവലുണ്ടെന്നുള്ള ദിവസം ഉറപ്പ് വരുത്തണം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റിലേക്കൊക്കെ പോകും. എഞ്ചിൻ ഫുള്ളായിട്ടൊക്കെ എഞ്ചിൻ പണിയേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. ഇപ്പം നിലവിൽ കാര്യം നമുക്കിപ്പോൾ ഓയിൽ ലെവൽ നോക്കുന്ന സമയത്ത് ഓയിൽ കുറവുണ്ട്. ഏകദേശം ഒരു 100-150 മില്ലിയോളം ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും കുറയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. കാരണം അതിൻ്റെ കംപ്ലൈൻറ്റ് വരാൻ ഈ സിലിണ്ടർ പിസ്റ്റൻ്റെ ഈ ഭാഗത്താണ്. അത് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അടുത്ത സർവീസിലൊക്കെ ആയിട്ട് കയറ്റി അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ മാക്സിമം ലൈഫ് നമുക്ക് വണ്ടി ഓടിച്ചെത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലെ ഹബ്ബൊക്കെ ആയാലും നമ്മൾ അഴിച്ച് പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തതാണ്. ലൈനർ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ കാർബേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കാർബേറ്റർ സ്ലോ ജെറ്റ് അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലൈൻ്റ് ആണത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പുതിയ പുത്തൻ കാർബേറ്റർ വെച്ചേക്കണേ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന പെട്രോളും വന്നത് എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ തന്നെയാണ് കൂടുതലും വരാം. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റേഷൻ ഈ കാർബേറ്റർക്കും കംപ്ലൈൻറ്റ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇല്ലായൊന്നുമില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. അതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇടയ്ക്ക് തന്നെയില്ല നമുക്കൊരു 5-6 മാസമൊക്കെ കൂടുമ്പോൾ ഒരു പെട്രോളിൽ ആഡ് ചെയ്യുന്ന ഒരു അഡിറ്റീവ്സ് കിട്ടും. അതായത് പെട്രോൾ അഡിറ്റീവ്സ് എന്ന് പറയുന്നത് ആ ഐറ്റം നമുക്ക് ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിലുള്ള മെച്ചം എന്താ വെച്ചാൽ ആ ഫ്യൂൽ ലൈനിലും ടാങ്കിലുള്ള അഴുക്കൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ് പോയിക്കോളും. ആ കൂട്ടത്തിൽ കൂടെ കാർബേറ്ററിൻ്റെ ഭാഗത്തും അതിൻ്റെ ഈ പെട്രോളുമായി ബന്ധപ്പെട്ട സാൽവേജൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയറായിട്ട് പൊക്കോളും. അതൊരു 6 മാസത്തിലൊരിക്കൽ തന്നെ ഒന്ന് ഉപയോഗിക്കണം നല്ലതാണ്. അത് സ്പെയർ പാർട്സ് കടകളിലോ പെട്രോൾ പമ്പിലോ പറഞ്ഞാൽ കിട്ടും. ഒരു ചെറിയ പാക്കറ്റിൽ വന്ന സംഭവമാണ്. അത് മേടിച്ചിടയ്ക്ക് ഉപയോഗിക്കുക. കാരണം അത് ഇതിനുള്ള ആൻറ്റി കെമിക്കലാണ് ആ സംഭവം. അതും കെമിക്കൽ തന്നെയാണ്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കുന്ന കെമിക്കലാണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാർബേറ്റർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ 2 ബ്രേക്ക് ലൈനർ, ബാറ്ററി, ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ മാറ്റിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ലൈറ്റ്, ജനറൽ സർവീസ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആ ബോഡിയും കൂടി ഒന്ന് അയച്ചിട്ടുള്ള രീതിയിൽ ഒന്ന് വാട്ടർ സർവീസും ചെയ്ത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആക്കിയപ്പോൾ വിളിച്ചോളാം. എന്തായാലും ഇത് കുറച്ച് വൈകും. ഞാൻ 5:30 തരാമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 മണി 6:30 ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഞാൻ വിളിച്ചോളാം.